എൻ്റെ പേര് യശോദ. ഞങ്ങൾ പാലക്കാട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നും വിടാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആചാരം അനുസരിച്ച് 15ാമത്തെ വയസ്സായ പെൺകുട്ടികളെ വീട്ടിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് എന്നെയും അതുപോലെ തന്നെ കാരണവന്മാരാലെ നിശ്ചയിക്കപ്പെട്ട ഒരു കല്യാണം എനിക്കും കഴിഞ്ഞു. വളരെ പ്രതീക്ഷയോടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. 3 വർഷം കൊണ്ട് 2 കുട്ടികളായി. ഞങ്ങളൊരു വാടക വീട്ടിൽ താമസാക്കി. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ബസ്സിൻ്റെ ആക്സിഡൻറ്റ് വന്നു. ആക്സിഡൻറ്റിൽ എൻ്റെ ഭർത്താവ് ഈ ലോകത്തെ വിട്ട് മാറ്റപ്പെട്ടു പോയി. അതിനുശേഷം ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അന്ന് ഞാൻ വളരെ ഭക്തിവൃത്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഞങ്ങളുടെ ആചാരം അനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയി കുളിച്ച് തൊഴുത് വന്നിട്ട് വീട്ടിലത്തെ പണികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും കുളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് വന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ വളരെ ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നു. വാടക കൊടുക്കാൻ വഴിയില്ല, കഞ്ഞി കുടിക്കാൻ വഴിയില്ല, വസ്ത്രം മാറി കൊടുക്കാൻ വഴിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ജീവിതം എൻ്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാടക കൊടുക്കാൻ വഴിയില്ല. ഹൗസ് ഓണർ വന്ന് വാടക ചോദിച്ചു. ഞാൻ വാടക കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞു. അത് എൻ്റെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി എൻ്റെ അനിയൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു, എനിക്കൊരു വീട് എങ്ങനെയെങ്കിലും എടുത്തു തരണം. അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൻ്റെ പുറകുവശത്ത് ഒരു കുടിൽ കെട്ടി നിങ്ങൾ അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഞാൻ തോട്ടത്തിൽ ചെന്ന് ഓലയൊക്കെ പെറുക്കി പഴയ ചാക്ക്, പ്ലാസ്റ്റിക് ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് ഒരു ചെറിയ കുടിലുണ്ടാക്കി അതിനകത്ത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും താമസം ഉറപ്പിച്ചു. വളരെ കഷ്ടമായിരുന്നു. കഞ്ഞി കുടിക്കാൻ വഴിയില്ല. മൂത്ത മോളെ കൊണ്ടുപോയിട്ട് അംഗനവാടി വിട്ടു. അവളെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അവിടുന്ന് കിട്ടുന്ന ഉപ്മാവ് കഴിച്ച് അവളുടെ ഒരു ദിവസത്തെ വിശപ്പ് മാറ്റുമല്ലോ എന്ന് ഓർത്ത്. എന്നിട്ട് ഞാൻ വലിയ വലിയ വീടുകളിലെല്ലാം പണി ചോദിച്ച് നടക്കും. ആരും എനിക്ക് പണി തന്നില്ല. എല്ലാവരും അവോയ്ഡ് ചെയ്തു. അങ്ങനെ ഞാൻ നിരാശയോടെ തിരിച്ചു വരും. മോളെ വിളിക്കാൻ പോകുമ്പോൾ അംഗനവാടിയിൽ ഞാൻ നോക്കി നിൽക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉപ്മാവൊക്കെ കൊടുത്തിട്ട് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തരും. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അത് കഴിച്ചാൽ ഒരു ദിവസത്തെ വിശപ്പെടുക്കണേ. അങ്ങനെ ജീവിതം തള്ളി നീക്കി അടുത്ത വീട്ടിൽ ചെന്ന് വാർത്ത കഞ്ഞിവെള്ളം മേടിച്ചുകൊണ്ട് വന്ന് ഉപ്പിട്ട് കലക്കി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കഴിച്ച് വിശപ്പടക്കി കിടന്നുറങ്ങും. അങ്ങനെയായ അവസ്ഥ. മാറി ഉടുക്കാൻ ഡ്രസ്സില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ടൈലർ കടയിൽ ചെന്നിട്ട് വെട്ടിയിടുന്ന ആ കഷ്ണം അതെല്ലാം വാരിക്കൊണ്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പുണ്ടാക്കും. ഒരു ഉടുപ്പിൽ തന്നെ 10 കഷ്ണം 15 കഷ്ണം ഉണ്ടാവും. പല കളറുകളിൽ ഉടുപ്പ്. അതിട്ടുകൊണ്ട് അവൾ അംഗനവാടി പോകും. എല്ലാ കുട്ടികളും കളിയാക്കും. അവൾ കരഞ്ഞുകൊണ്ട് വരും. ഞാൻ അവളെ ആശ്വസിപ്പിച്ച് വീണ്ടും പറഞ്ഞു വിടും. അങ്ങനെ കഞ്ഞി കൊടുക്കാൻ വഴിയില്ല. അടുത്ത വീടുകളിൽ ചോറ് വെക്കണം, കറി വെക്കണം. മണം കേട്ട് എൻ്റെ കുഞ്ഞ് കരയാൻ തുടങ്ങും. ഞങ്ങൾക്കും ചോറമ്മേ വിശക്കുവാന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു നേരത്തെ ആഹാരം പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വഴിയില്ല. അത്രമാത്രം കഷ്ടപ്പെട്ടു. ഞാൻ ചെന്ന് എല്ലാവരോടും നുണ പറഞ്ഞ് കഞ്ഞിവെള്ളം മേടിച്ചുകൊണ്ട് വന്ന് എല്ലാ ദിവസവും ഉപ്പിട്ട് കലക്കി കുടിക്കും. അതാ പതിവ്. അങ്ങനെ ഞാൻ ഓർത്തു, ജീവിക്കാൻ വഴിയില്ല. ഇനി മരണമേ നമ്മുടെ മുമ്പിലുള്ളൂ. ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി. എന്ത് ചെയ്യും? അതിനുവേണ്ടി ഒരു വഴി തിരഞ്ഞു നടന്നു. അപ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം കുളിക്കാൻ പോയപ്പോൾ ഒരു പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ ഒരാൾ പനാമർ വിഷം അടിച്ചുകൊണ്ടിരിക്കണം ഞാൻ കണ്ടു. അയാൾ കൊണ്ടൊരു പൊത്തിനകത്ത് ഒളിച്ചു വെക്കണം ഞാൻ കണ്ടു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ ഡപ്പി എടുത്ത് കയ്യിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നു. അതിലൊരു 200 മില്ലിയുടെ ഒരു ബോട്ടിലാണ്. കുറച്ചേ എടുത്തിട്ടുള്ളൂ, ബാക്കി മുഴുവൻ അതിനകത്തുണ്ട്. ശരി, ഇത് ആളില്ലാത്ത സമയത്ത് നോക്കി അത് കുടിക്കണം. അതിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. അന്നേരം ഞങ്ങൾ ഇരിക്കുന്ന ആ കോളനിയിൽ ഒരു പാസ്റ്റർ കുടുംബത്തോടെ വന്ന് എല്ലാവർക്കും ലഘുലേഖ വിതരണം ചെയ്യുക. എനിക്കും തന്നു. ഞാനത് വായിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം എൻ്റെ അച്ഛനമ്മമാർ 33 കോടി ദൈവം, അതല്ലാണ്ട് കൊലദൈവത്തെയും കൂടി എനിക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുക. അതെല്ലാം ഞാൻ എല്ലാ ദിവസവും വളരെ ഭക്തിയോടെ പ്രാർത്ഥിക്കും. തിങ്കൾ വെള്ളി ശനിയൊന്നും ഞങ്ങൾ ഇറച്ചിയും മീനൊന്നും കൂട്ടില്ല. വളരെ ഭക്തിവൃത്തിയായിട്ട് ഇന്നും ജീവിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് ഇതുപോലെ കഷ്ടം വരുന്നത് എന്താ? എന്നിട്ട് ആണോ ഇത് ഞാൻ വിശ്വസിക്കുമെന്നോർത്ത് ഞാൻ ആ ലഘുലേഖ എടുത്ത് വായിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടു. ഒന്നും ഒരു റെസ്പോണ്ടും കൊടുത്തില്ല. വൈകുന്നേരം ആയപ്പോൾ അടുത്തുള്ള വീടുകളിലെല്ലാം ഇരിക്കണം എല്ലാ ചേച്ചിമാരും. അവരെല്ലാം ഡ്രസ്സ് മാറി ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുക. ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാം എവിടെ പോവാ? അവർ പറഞ്ഞു, ഇവിടെ തോട്ടത്തിൽ ഒരു ദിവസത്തെ മീറ്റിംഗ് നമുക്കൊക്കെ ലഘുലേഖ തന്ന പാസ്റ്റർ, അവർ ക്രിസ്ത്യാനികളാണ്, അവർ മീറ്റിംഗ് ഇടുന്നു, അതിന് ഞങ്ങൾ കേൾക്കാനായിട്ട് പോവുക. ആണോ, എപ്പോഴാണ് തീരണേന്ന് ചോദിച്ചു. 9 മണിയാകും തീരുമ്പോൾ എന്ന് പറഞ്ഞു. ഞങ്ങളെ ആരും വിളിച്ചില്ല. അപ്പം ഞാൻ ഓർത്തു, ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, ഇന്നിപ്പോൾ എല്ലാവരും പോകും. ഞാൻ ഈ വിഷം എടുത്ത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കും, ഞാനും
കുടിക്കും, മിണ്ടാതെ കിടക്കും. ഇവരൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും ഞങ്ങളുടെ കഥ ക്ലോസ് ആകും എന്നോർത്ത് ഞാൻ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ എടുത്ത് ഈ ഡപ്പി തുറക്കാനായിട്ട് നോക്കുക. അന്നേരം ആ രണ്ടുപേര് സംസാരിച്ചുകൊണ്ട് വരുന്നത് കേട്ടു. ഞാൻ പെട്ടെന്ന് ഈ ഡപ്പി എടുത്ത് ഒളിച്ചു വെച്ചു. അവർ അകത്തേക്ക് വന്ന്, സഹോദരി ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങാനായി, മീറ്റിംഗ് വെക്കുക, നിങ്ങളും വാ, യേശു നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസമാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നുണ പറഞ്ഞു, ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും ഇല്ല, എല്ലാം അലക്കി ഉണങ്ങാനിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് വെച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങൾ വന്നേ തീരൂ. സ്നേഹത്തോടെ ഞങ്ങളെ വിളിച്ചു. അവരുടെ ആ സ്നേഹത്തിന് അടിമപ്പെട്ട് അവരുടെ ആ മീറ്റിംഗ് ഇതാക്കാനായിട്ട് ഞാനും പോയി. അവരുടെ കൂട്ടത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. അവരെല്ലാം നല്ല നല്ല ഡ്രസ്സ് ഇട്ടിരിക്കണം. ഞാൻ കീറിപ്പറിഞ്ഞ ഡ്രസ്സ്, തലയിൽ എണ്ണയില്ല, മുഷിഞ്ഞു നാറിയ ഡ്രസ്സോട് കൂടിയിട്ട് അവരുടെ കൂട്ടത്തിലിരിക്കാൻ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾ റബ്ബർ തോട്ടത്തിൻ്റെ പുറകിൽ ഇരുട്ടത്ത് മറഞ്ഞിരുന്നുകൊണ്ട് ഈ പ്രസംഗം ശ്രദ്ധിച്ചു. ഈ പ്രസംഗം ആരംഭത്തിൽ മുതൽ ഞങ്ങളോട് തന്നെയാണ് സംസാരിക്കണമെന്ന് തോന്നി. കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഞങ്ങൾ അവസാനം ആ പാസ്റ്റർ പറഞ്ഞു, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഈ ദൈവം സത്യമായ ദൈവമാ. ഈ ദൈവത്തെ ആരെങ്കിലും സ്വീകരിക്കുന്നോ? ദയവ് ചെയ്ത് കൈ ഉയർത്തുമെന്ന് പറഞ്ഞു. ഞാൻ രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി. ആ ദൈവം, ആകാശത്തിലിരിക്കുന്ന ദൈവം എൻ്റെ കൈ കാണുക മാത്രമല്ല, എൻ്റെ കൈ രണ്ട് കൈയും പിടിച്ചു. അങ്ങനെ ആ പാസ്റ്റർ മുമ്പോട്ടേക്ക് വിളിച്ചു, എല്ലാവരും വാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടിച്ചെന്ന് മുട്ടുകുത്തി ഇരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ഇടിവെട്ടേറ്റതുപോലെ എൻ്റെ ശരീരത്തിലേക്ക് ഒരു വലിയ ഒരു ശക്തി വന്നു. ഞാൻ ഉയരത്തേക്ക് നോക്കി പറഞ്ഞു, യേശുവേ നിങ്ങൾ ഇത് സത്യമുള്ള ദൈവമാണെങ്കിൽ എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം എന്താ? ഞാൻ എന്നെ തന്നെ സ്തോത്രക്കാഴ്ചയായിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും സ്തോത്രക്കാഴ്ച കൊടുക്കുക പാസ്റ്റർക്ക്. എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. ഞാൻ പാസ്റ്ററോടും പറഞ്ഞു, പാസ്റ്റർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പൈസയില്ല, നിങ്ങൾക്ക് തരാൻ പൈസയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ അവസ്ഥ മാറുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാം പാസ്റ്റർ എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, വേണ്ട സഹോദരി കരയരുതെന്നും പറഞ്ഞ് എനിക്കൊരു പുതിയ ഏർപ്പാട്, ഒരു ബൈബിളും അതിനകത്ത് ഒരു 20 രൂപയുടെ നോട്ടും വെച്ച് എൻ്റെ കൈ കൊണ്ട് തന്നു. ഇത് നാളെ കുഞ്ഞുങ്ങൾക്ക് പൈസ അരി മേടിച്ച് കൊടുക്കുക, പൈസ വെച്ചിട്ടുണ്ട്. ഈ ബൈബിൾ എല്ലാ ദിവസവും വായിക്ക്. ഞങ്ങളുടെ ചർച്ചിൽ ഞായറാഴ്ച ആരാധന നടക്കണം, 10 മണി മുതൽ 1 മണി വരെ. സഹോദരി കുഞ്ഞുങ്ങളെയും കൊണ്ട് വാ, ആരാധന കഴിഞ്ഞ് വയറ് നിറച്ച് കഞ്ഞിയും കുടിച്ച് തിരികെ വരാം എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ ബൈബിൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ആ ബൈബിൾ എടുത്ത് വായിക്കാനായിട്ട് വിളക്കിൽ എണ്ണ ഒഴിക്കാൻ നോക്കിയപ്പോൾ മണ്ണെണ്ണയില്ല. അത് കാരണം ഞാൻ വീടിൻ്റെ മുമ്പിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു ബൾബ് കത്തിക്കൊണ്ടിരിക്കണം, അതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങി. വായിച്ച് 2 മണി വരെ ഞാനത് വായിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചേച്ചി ഒരു മിഷ്യൻ കൊണ്ട് തന്നു. തയ്യൽ മിഷ്യൻ വെറുതെ കിടന്ന് തുരുമ്പെടുത്ത് പോവുക, അതുകൊണ്ട് നീ കൊണ്ടുപോയി അത് തയ്ച്ചോ, നന്നായിട്ട് സൂക്ഷിച്ചാൽ മതി, എനിക്ക് പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അനിയൻ്റെ ഭാര്യ അവർ തയ്ക്കണ നൈറ്റി കമ്പനിയിൽ നിന്ന് നൈറ്റി എടുത്തു തന്നു. ഞാനത് തയ്ക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വരുമാനം വരാൻ ആരംഭിച്ചു. വീടിൻ്റെ അവസ്ഥകൾ വ്യത്യാസപ്പെട്ടു. അങ്ങനെ ഒരു ചീട്ട് ഇട്ടു, ഒരു ചിട്ടി തുടങ്ങി. ആ ചിട്ടിയിൽ നിന്ന് കിട്ടി 2000 രൂപ ചിട്ടി കിട്ടി. ഞാൻ അരി മേടിക്കാനായിട്ട് കടയിൽ പോയപ്പോൾ ആ കടയുടെ പുറകുവശത്ത് ഒരു സ്ഥലം, ഒരാൾ ഫോറിന് പോകാനായിട്ട് സ്ഥലമൊക്കെ കട്ട് ചെയ്ത് വിൽക്കുന്നു. ആ സ്ഥലം മേടിക്കാനായിട്ട് നമുക്ക് മേടിക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് പോയി. നല്ല സ്ഥലം. ഞാനത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ സ്ഥലം അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് താന്ന് പറഞ്ഞു. 29ാമത്തെ ദിവസം 2 സെന്റ് സ്ഥലം ആധാരം നടത്തി എൻ്റെ സ്വന്തം പേരിൽ എഴുതി. വളരെ സന്തോഷം. ഇനി അതിലൊരു വീട് കെട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണ് വെട്ടി കൂട്ടി, കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ചവിട്ടി കൂട്ടി ചെയറുണ്ടാക്കി ഒരു ഫ്രെയിമിലിട്ട് കട്ട പിടിച്ച് എല്ലാ ദിവസവും കട്ട പിടിക്കും. അങ്ങനെ 100, 200 അങ്ങനെ കട്ടകൾ പിടിച്ച് പണിയും എടുക്കും, നൈറ്റിയും തയ്ക്കും, കുടുംബത്തിലേക്ക് വരുമാനം. രാത്രി കുഞ്ഞുങ്ങളെ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ ഈ പണിയെടുക്കും. ഇങ്ങനെ കട്ട പിടിച്ച് 1500 കട്ടയായി. ഒരാളെ കൂലിക്ക് വിളിച്ച് വീടായി. മഴ വരുന്നതിന് മുമ്പേ ഒരു വീട് കുത്തി വീടുണ്ടാക്കി. സന്തോഷമായി. ആ വീടിൻ്റെ മുമ്പിൽ ഒരു കിണർ കുത്തി. ദൈവത്തെ നോക്കി കിണർ കുത്തി 3 ദിവസം തന്നെത്താനെ കുത്തിയപ്പോൾ വെള്ളം കണ്ടു, നല്ല പടികം പോലെ വെള്ളം. വളരെ സന്തോഷം. ഞാൻ എൻ്റെ ചേച്ചിമാർക്ക് അങ്ങനെ വായിച്ച് എല്ലാ ദിവസവും ബൈബിൾ വായിച്ചു. അതിനകത്ത് അപ്പോസ്തല പ്രവൃത്തി 16:31 എഴുതിയിരിക്കുന്നു, കർത്താവായ യേശുവിനെ വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന്. ഞാൻ ഓർത്ത് എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ കൂടപ്പറപ്പുകൾ ആരും വിശ്വാസത്തിലല്ലല്ലോ. അവർക്കെല്ലാം ഇല്ലൻ്റ് ലെറ്ററും എല്ലാം മേടിച്ച് ഞാൻ എഴുതും. എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. ഞാൻ ക്രിസ്ത്യാനികൾക്കൂടെ ഞാൻ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കണേ. ഞാൻ ആരാധനയ്ക്കാണ് പോണേ. ഞാൻ വീടുണ്ടാക്കി, സ്വന്തമായിട്ട് വീടുണ്ടാക്കി, സ്ഥലം മേടിച്ച് ഞാൻ തയ്ക്കണു. വീട്ടിൽ വരുമാനം വന്നു. ഞങ്ങൾ വ്യത്യാസപ്പെടാൻ തുടങ്ങി. ഈ ദൈവത്തെ നിങ്ങളും വിശ്വസിക്കുക, നിങ്ങളെ രക്ഷിക്കും യേശു എന്ന് പറഞ്ഞ് ഞാൻ എഴുതും. അവരെന്നെ വിളിക്കും, ഭ്രാന്തി നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്നും ചോദിച്ച് അവരെന്നെ കളിയാക്കി എനിക്ക് മറുപടി ലെറ്റർ അയക്കും. ഞാനതൊന്നും ഉൾക്കൊണ്ടില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുടുംബത്തിലെ അവസ്ഥ വ്യത്യാസം വരാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾ
പഠിച്ച് വലുതായി. അവർ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, മോളെ ഇനി എന്താകാൻ പോവുക? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നേഴ്സിങ്ങിന് പോകണം. രണ്ടുപേരും ഒരു ക്ലാസ് വ്യത്യാസമായിട്ട് ഒരേ ഇയറിൽ +2 കഴിഞ്ഞ് വന്നു. മൂത്ത മോൾ 1 വർഷത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി, അവളും വീട്ടിലേക്ക് വന്നു. രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾക്ക് നേഴ്സിങ്ങിന് പോകണം. നേഴ്സിങ്ങിന് പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ വേണം. പൈസ ഇല്ലല്ലോ മോളെ, എന്ത് ചെയ്യും? അവർ പറഞ്ഞു, അമ്മേ കടം മേടിക്കരുത്, കടം മേടിക്കാതെ തന്നെ ദൈവം നമുക്ക് തരും. ഞങ്ങൾ 3 പേരും കൈകോർത്തിരുന്ന് ബൈബിൾ എടുത്ത് വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം വഴികളെ തുറന്നു. വീടിൻ്റെ അടുത്തുള്ള നേഴ്സിംഗ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ബയോമാക്സ് പഠിച്ച പിള്ളേർക്ക് മാത്രം 2 സീറ്റ് കാലിയുണ്ട്. പിള്ളേരെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ് പത്രത്തിൽ പബ്ലിസിറ്റി. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയി. അവിടെ ചെന്ന് സീറ്റ് കിട്ടി. 50 കുട്ടികളാണ് പഠിക്കുന്നത്. 48 കുട്ടികളുമായി 2 കുട്ടികൾക്കുള്ള സീറ്റ് അവിടെ കാലി. ആ 2 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി. കുട്ടികൾ പഠിക്കാൻ ആരംഭിച്ചു. പഠിച്ച് ഇറങ്ങി 3.5 വർഷം പഠിച്ച് ഇന്റേൺഷിപ്പും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഡൽഹിയിലേക്ക്. വീട്ടിൽ വന്ന് 10 ദിവസം ഇരുന്നപ്പോഴത്തേനും ഡൽഹിയിൽ നിന്ന് ഓർഡർ വന്നു, അവിടെ ജോലിക്ക് ആൾ വേണം. ആ വലിയൊരു ആശുപത്രിയിൽ ചെന്ന് ജോലിക്ക് കയറി. അവിടെ 4 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കോയമ്പത്തൂരിൽ നിന്ന് എൻ്റെ ചേച്ചി മുഖേന ഒരു കല്യാണാലോചന വന്നു. അവർ ഫോട്ടോയിൽ തന്നെ എൻ്റെ മോളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഈ കൊച്ചു മതിയെന്നും പറഞ്ഞു ഫോണിൽ കൂടെ തന്നെ കല്യാണം എല്ലാം ആലോചിച്ച് പറഞ്ഞു ഉറപ്പിച്ചു. അങ്ങനെ ആ കുഞ്ഞിൻ്റെ കല്യാണം അതേ വർഷം തന്നെ വളരെ ആർഭാടമായിട്ട് നടന്നു. ആ കല്യാണത്തിന് വന്ന ഞങ്ങളുടെ സ്വന്തം ബന്ധുക്കാർ തന്നെ അനീതി കൊച്ചിനെ ഇളയ മോളെയും നോക്കി അവർ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് വെച്ചു, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിൻ്റെയും കല്യാണം 5 മാസം ആയപ്പോഴത്തേനും ആ കുഞ്ഞിൻ്റെയും കല്യാണം കഴിഞ്ഞു. രണ്ടുപേരും ഇപ്പോൾ വളരെ അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നു. ഇന്ന് മൂത്ത മോള് കോയമ്പത്തൂർ ഒരു വലിയ ആശുപത്രിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇളയ മോള് കേരളത്തിലുള്ള കാസർഗോഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവർ പ്രൈവറ്റിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഗവൺമെൻറ് എക്സാം എഴുതി. 2 പേർക്കും ഗവൺമെൻറ്റിൽ ജോലി കിട്ടി. ഇന്ന് 2 പേരും ജോലിക്കാരായിട്ട് കുടുംബമായിട്ട് 2 പേർക്ക് 2 കുഞ്ഞുങ്ങളെയും കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാനും ഈ ദൈവത്തെ, ഇത്ര വലിയ ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെ വീട്ടിലേക്ക് പറഞ്ഞ് അവരത് കേൾക്കാൻ ഒരിക്കലും തയ്യാറല്ല. എന്നാലും അവരെല്ലാം രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് എൻ്റെ ദൈവം ഒരു ദിവസം കണ്ടുപിടിച്ചു. എൻ്റെ മൂത്ത ചേച്ചിക്ക് ഒരു അസുഖം ഉണ്ടായി, ഒരാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവർ എല്ലാ ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞു. ആ ചേച്ചിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വലിയ ഒരു മുഴ, അത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ജീവൻ അപകടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ റിമൂവ് ചെയ്യാനായിട്ട് വലിയൊരു എമൗണ്ട് പൈസ കെട്ടണം. ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ സ്വന്തം ഇരിക്കണ വീട് അവർ കൊണ്ട് പണയം വെച്ച് പൈസ കൊണ്ട് കെട്ടി സ്പെഷ്യൽ ഡോക്ടറെ കൊണ്ടുവന്നു. ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി ആശുപത്രിയിൽ. പിറ്റേ ദിവസം രാവിലെ എണിച്ചതും ആദ്യത്തെ ഓപ്പറേഷൻ ഈ ചേച്ചിക്കാണ് നടക്കാൻ പോണേ. പക്ഷേ 1 മണിയായി, രാത്രി 1 മണിയായപ്പോൾ ആ ചേച്ചിയുടെ പൾസ് മുഴുവനും 0 ആയിപ്പോയി. അങ്ങനെ ജീവൻ പോയി. ഡോക്ടർമാർ പറഞ്ഞു, ഐ ആം സോറി, ഞങ്ങളെല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു, പക്ഷേ ജീവനെ എടുക്കാനായിട്ട് ഞങ്ങൾ നോക്കി, പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. എല്ലാവരും അറിയിച്ചു. എല്ലാവരും വന്നു. അപ്പോൾ ഈ സഹോദരിമാർ, ബാക്കിയുള്ള എൻ്റെ ഒരു ചേച്ചി അനീതി അവിടെ ആശുപത്രിയിലുണ്ട്. അവരോർത്തു, എന്തായാലും നമ്മൾ ഇവളെ എഴുതി യശോദ എന്ന എൻ്റെ പേര്, യശോദ എഴുതി അയച്ച ലെറ്ററിലൊക്കെ ലാസർ എന്നൊരാൾ മരിച്ചു, അയാൾ 4 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു, യേശു എന്തെല്ലാം അത്ഭുതങ്ങൾ ബൈബിളിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ എഴുതി അയക്കുമായിരുന്നു. അവരത് വായിച്ചു. നമ്മുടെ ഈ ചേച്ചിയും ജീവൻ തരാൻ പറ്റുമെന്ന് നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്തൊരു ചർച്ചുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചർച്ചിലത്തെ പാസ്റ്റർ ചോദിച്ചു, ഇവരോട് എന്താ നിങ്ങൾ കരയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ വിവരം പറഞ്ഞു. ആ പാസ്റ്റർ ഈ സഹോദരിമാരോട് കൂടെ വന്ന് ഈ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഡോക്ടർമാർ മൂടിയിട്ട ആ ശവശരീരത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് അറിഞ്ഞുകൂടാ. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കൊണ്ട് ആ ശരീരത്തിന് ജീവൻ വരാൻ തുടങ്ങി. ആ ചെവി അനങ്ങി, മൂക്ക് വിയർത്തു, കണ്ണനങ്ങി, കടിച്ച നാക്ക് ഉള്ളിലേക്ക് പതിയെ കൊടുക്കാൻ തുടങ്ങി. ശരീരത്തിന് ജീവൻ വന്നു. ആ പാസ്റ്റർ പിടിച്ച് എണിപ്പിച്ചിരുത്തി ആ വെള്ളം പ്രാർത്ഥിച്ച് മുഖത്തേക്ക് ഒഴിച്ച് കുടിക്കാൻ കൊടുത്തു. അത് എന്തൊക്കെയോ അവ്യക്തമായ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർമാർ ഓടി വന്നു. എന്താ എത്ര നിലവിളി കേൾക്കണേ? എല്ലാവരും മയങ്ങിക്കിടന്ന എൻ്റെ ചേച്ചിമാർ, അനിയത്തിമാർ, എൻ്റെ അച്ഛനമ്മ എല്ലാവരും എഴുന്നേറ്റ് വന്നു. ഇതെന്താ, മരിച്ചുപോയ ആൾ ജീവിച്ചു, വളരെ അത്ഭുതം. എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. ഈ ഡോക്ടർമാർ വന്നു, അവർ നോക്കി, ഇതെന്താ ഇത് മാത്രം വലിയ അത്ഭുതം, എന്തിനാ കരയണേന്ന് ഓർത്ത് നോക്കിയപ്പോൾ ഈ മരിച്ചുപോയ ബോഡി എഴുന്നേറ്റിരുന്ന് സംസാരിക്കാം. അവരും അത്ഭുതം. ആ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് മെഡിക്കൽ സയൻസിൽ റിപ്പോർട്ട് കിട്ടണം, റിപ്പോർട്ട് കിട്ടിയാലേ ഞങ്ങളിത് വിശ്വസിക്കത്തുള്ളൂ. അവർ വീണ്ടും കൊണ്ടുപോയി എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തു, എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞ് വന്നു. 1 മണിക്കൂറും 50 മിനിറ്റും ഈ ശരീരത്തിൽ ജീവനില്ലാതെ
വരുന്നു. അതിനുശേഷം ഹാർട്ട് വീണ്ടും മിടിക്കാൻ തുടങ്ങി. ഇതെന്തൊരു അത്ഭുതം! അവർ പറഞ്ഞു, ഈ ദൈവം സത്യമായ ദൈവമാണെങ്കിൽ ഞങ്ങളും വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഈ ഡോക്ടർമാർ, ട്രീറ്റ്മെൻറ്റിലിരുന്ന, ആ ജോലിയിലിരുന്ന, ഡ്യൂട്ടിയിലിരുന്ന എല്ലാ നേഴ്സുമാരും, അവിടെ ഇരുന്ന അനേകം പേഷ്യൻറ്റുകളും, ഇവിടെ എൻ്റെ അച്ഛൻ, അമ്മ, കുടുംബങ്ങൾ മുഴുവൻ, എൻ്റെ ചേച്ചി അനിയത്തിമാരുടെ കുടുംബങ്ങൾ മുഴുവനും ആ ഒരൊറ്റ സംഭവത്തോടെ രക്ഷയിലേക്ക് വന്നു. അവരെല്ലാം ദൈവത്തെ സ്വീകരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ഇന്ന് മൂത്ത ചേച്ചി കോയമ്പത്തൂർ, അവരും ജോലിയോട് കൂടിയിട്ട് ദൈവവേല ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും കോയമ്പത്തൂർ ജോലിയോടുകൂടി ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മൂത്ത മോള് കോയമ്പത്തൂരിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. ഇളയ മോള് കാസർഗോഡ് കേരളത്തിൽ, അവളും ഒരു സർക്കാർ ആശുപത്രി ജോലി ചെയ്യുന്നു. എൻ്റെ കുടുംബത്തെ മുഴുവനും ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അന്ന് എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു, എന്നെ തന്നെ സ്തോത്ര കാഴ്ചയായിട്ട് തരാമെന്ന്. എൻ്റെ ദൈവം വളരെ അത്ഭുതം ചെയ്തു. 10 വർഷം അന്ന് ഞങ്ങൾ ഇരുന്ന ആ വീട്ടിൽ ജീവിച്ചു. അതിനുശേഷം മോളുടെ കല്യാണ സമയത്ത് വേറൊരു വാർക്ക് വീട് പണിതു. ദൈവം എനിക്ക് വണ്ടി ഓടിക്കാനുള്ള കൃപ തന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പക്ഷേ എന്നാലും എൻ്റെ ദൈവം അത്ഭുതകരമായിട്ട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തന്നു. ഒരു വണ്ടി സ്വന്തമായിട്ട് മേടിച്ചു. എല്ലാം സ്വന്തമായിട്ട് തന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ സ്തോത്ര കാഴ്ചയ്ക്ക് തന്നല്ലോ, ഞാൻ തന്നെ എന്നെ തന്നെ സ്തോത്ര കാഴ്ച കൊടുക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് അവരുടെ ആ ഇതിൽ ഒരു മിഷനറി, അവരുടെ കൂട്ടത്തിൽ മിഷനറികളുടെ കൂടെ ചെന്ന് അവരോട് കൂടി ഇരുന്ന് ഞാൻ മിഷനറി പ്രവർത്തനം നടത്തണമെന്ന് ഓർത്തു. അന്നേരമാണ് ഞങ്ങൾ വിരുദനഗർ എന്ന് പറഞ്ഞ, മധുരയുടെ അടുത്ത് വിരുദനഗർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്ത് ഡേവിഡ് ഗണേശൻ എന്ന് പറയും, അവരുടെ അടുത്തുനിന്ന് ഒരു രാത്രി 11 മണിക്ക് സത്യം TV-യിൽ ആ മനുഷ്യൻ പ്രസംഗിക്കും. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ദൈവവേലയ്ക്ക് വാഞ്ചയായിട്ടിരിക്കുന്ന, ഉത്സാഹത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ചെയ്ത് വരും, ഈ ഇതിൽ കാണുന്ന നമ്പറിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഫോൺ ചെയ്യുക, നിങ്ങൾ ദൈവവേലയ്ക്ക് വന്ന് വിളിച്ചു. ഞാൻ ആ നമ്പർ നോട്ട് ചെയ്ത് അയാൾക്ക് വിളിച്ചു. അങ്ങനെ അപ്പം തന്നെ 2022 ഞാൻ ആ വിരുദനഗർ ചെന്നു. ഇന്നും ആ മിഷനറി സംഘത്തോട് കൂടി ചേർന്നിരുന്ന് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഴുവൻ സമയവും എൻ്റെ ജോലിയെല്ലാം റിസൈൻ ചെയ്തു ഞാൻ ദൈവവേല ചെയ്യുന്നു. ഇന്ന് ആ മുഖാന്തരം തന്നെ കോയമ്പത്തൂരിലേക്ക് അയച്ചിരിക്കുന്നു. കോയമ്പത്തൂരിൽ ഞാൻ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരുന്ന, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് ചെയ്ത ഈ വലിയ ഉപകാരം, വലിയ നന്മ, എനിക്ക് എൻ്റെ കുടുംബങ്ങൾക്ക് മുഴുവനും ചെയ്ത ഈ നന്മ നിങ്ങൾക്കും നിശ്ചയമായിട്ടും ദൈവം ചെയ്യും. ഒരിക്കലും കൈവിടാതെ, ഒരിക്കലും മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോസ്തല നടപടി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് എഴുതിയെങ്കിൽ ആ വചനം സത്യമായത്, ഈ ദൈവം സത്യമായത്, ദൈവത്തെ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവായ യേശു ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ.